ശ്രീ ചന്ദ്രശേഖരൻ. സാർ, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം ഇന്ന് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ ഈ യന്ത്രവൽക്കരണത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നുണ്ട് എന്നത് വസ്തുതയാണ്. സാർ, അതേസമയം കോടിക്കണക്കായ രൂപ നൽകിക്കൊണ്ടാണ് ഈ യന്ത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കൊടുക്കുന്നത് എന്ന് പറയുകയുണ്ടായി. 400 കോടി രൂപ ഇത്തവണ തന്നെ ഉപയോഗിച്ചു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചു. ഇങ്ങനെ കോടാനുകോടി രൂപയുടെ യന്ത്രങ്ങൾ അനുവദിച്ചു കൊടുത്തതിന് ശേഷം അതൊക്കെ യഥാവിധി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം എന്താണ്? അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന യന്ത്രങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം എന്താണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മിനിസ്റ്റർ സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ചന്ദ്രശേഖരൻ ചോദിച്ച ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ കൂടുതലായി യന്ത്രങ്ങളെല്ലാം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആധുനിക യന്ത്രങ്ങളടക്കം ഇപ്പോൾ ഡ്രോണുകളടക്കം നൽകുന്നുണ്ട്. ആ നൽകുന്ന ഉപകരണങ്ങളെല്ലാം ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, സംവിധാനങ്ങൾ എല്ലാം അതിൻ്റെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടായാൽ അതെല്ലാം പരിഹരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രമുഖമായ മറ്റൊരു കാര്യം നമ്മുടെ ഈ കൊയ്ത്തുമതി യന്ത്രങ്ങളുടെ മറ്റും കാര്യത്തിലാണ്. അത് മോട്ടോർ വാഹന വകുപ്പുമായി കൂടി ഒന്ന് ആലോചിച്ചുകൊണ്ട് അതിന് രജിസ്ട്രേഷനും മറ്റു പരിപാടികളും നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായി നമ്മൾ ഇവിടെ അനുവദിക്കുന്നവ ഇവിടൊക്കെ തന്നെ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ കൂടി സ്വീകരിക്കുന്നതായിരിക്കും. യന്ത്രങ്ങളുടെ കാര്യത്തിൽ സമയാസമയങ്ങളിൽ അതിനാവശ്യമായ മെയിൻ്റനൻസ് ഉൾപ്പെടെ നടത്തുന്നതിനുള്ള സഹായങ്ങളും ഇടപെടലുകളും വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഈ ആഗ്രോ സർവീസ് സെൻ്ററുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കേണ്ടായി. കേരളത്തിലെ വിവിധ ബ്ലോക്കുകളിൽ ആരംഭിച്ചിട്ടുള്ള ആഗ്രോ സർവീസ് സെൻ്ററുകളിൽ കുറേ എണ്ണം മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അപൂർവം ചിലയിടങ്ങളിലെങ്കിലും ആവശ്യമായ സാങ്കേതികവിദ്യ പരിജ്ഞാനമുള്ള ആളുകളുടെ അഭാവമുണ്ട് എന്നത് വലിയ പ്രശ്നമാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ നിർവഹിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത്തരം യന്ത്രങ്ങളുടെ പ്രവർത്തികൾ എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ആഗ്രോ സർവീസ് സെൻ്ററുകളിൽ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെ വരുത്തുന്നതിനാവശ്യമായ സംവിധാനം ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാകും. സാർ, ഇത്തരത്തിൽ യന്ത്രങ്ങളുടെ പോരായ്മകൾ സംഭവിക്കുന്നത്, അറ്റകുറ്റപ്പണികൾ വേണ്ടി വരുന്നതെല്ലാം കൃത്യമായ കണക്കെടുപ്പുകൾ നടത്തുകയും അതിനാവശ്യമായ പ്രത്യേകമായൊരു സംവിധാനത്തെ ഇപ്പോൾ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാലങ്ങളായി കേടായി കിടന്നിരുന്ന ഉപകരണങ്ങൾ അടക്കമുള്ളവയിൽ പരിഹരിക്കാൻ പറ്റുന്ന പോരായ്മകളുള്ള പരിഹരിക്കുകയും ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തവ വെറുതെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയാസമയങ്ങളിൽ യന്ത്രങ്ങൾക്കുള്ള അറ്റകുറ്റപ്പണികൾ തീർത്ത് അവ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ഇടപെടലുകൾ ഇപ്പോൾ നടത്തുന്നത് കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്